നിന്റെ അക്കൗണ്ടിലൊന്നും ഇല്ലേ? എന്തെങ്കിലും സ്വർണ്ണം ഒന്ന് തരുമോ? ആണില്ലേ? ആരാ? ഞാൻ അപ്പുറത്തെ വീട്ടിൽ താമസത്തിന് വന്നത്, പുതിയ താമസക്കാര്. കിഴക്കേ വീട്ടില്. അയലൊക്കെ ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചു വന്നത്. കേട്ടോ? വാ, കേറി വാ, ഇരിക്കെ. അയ്യോ, ഇതൊക്കെ എന്തിനാ? ഇതൊന്നും വേണ്ടായിരുന്നു ഇവിടെ. കുട്ടികളുള്ള വീടല്ലേ, ഇങ്ങനെ ഇതൊന്നും വേണ്ടടാ. ഏയ്, ഒരു വീട്ടിലോട്ട് വരുമ്പോ വെറുതെ വരാൻ പറ്റുമോ? ആ, പേരെന്താ? എന്റെ പേര് നിഷ കേട്ടോ. എന്റെ ഹസ്ബൻഡ് ബിസിനസ്സാണ്. മക്കളൊക്കെ ഉണ്ടോ? കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. രണ്ടുപേര് കാനഡയില്. നിങ്ങള് വാങ്ങിയതാണോ അത്? റെന്റിനാണ്. അല്ലാതെ വിൽക്കുന്നെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാ. എല്ലാ സ്ഥലത്തും വീടുണ്ട്. പിന്നെ അപ്പൊ കരുതി ഇതിന്റെ ഡോക്യുമെന്റേഷൻ ഒക്കെ കുറച്ച് താമസിക്കും, അതുകൊണ്ട് ഞങ്ങള് ഇത് ഇനി റെന്റ് എടുത്ത്. ഒരു 7-8 ഫ്ലാറ്റിന്റെ പണി നടക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ഫ്ലാറ്റൊക്കെ നോക്കിയെടുത്താൻ വേണ്ടി ഈ വീട് എടുത്തത്. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ് ഉണ്ട്, ജോലിക്ക് പോയി. കുട്ടികളാ? അവര് സ്കൂളിൽ പോയേക്കുന്നു. സ്കൂളിൽ പോയി. ഓക്കെ. എന്റെ പേരെന്താ? എന്റെ പേര് ഷെമി. ഓക്കെ. എനിക്ക് താനൊന്നും പേരൊക്കെ വിളിക്കാമല്ലോ. എനിക്ക് മിണ്ടിയും പറയാൻ എനിക്ക് ആരുമില്ല. ബിസിനസ്സും പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബിസിനസ്സിന്റെ കാര്യം മാത്രമേ സംസാരിക്കാൻ കാണൂ. അപ്പം ഞാൻ ഏറ്റവും അടുത്ത വീടുകളിൽ അങ്ങ് പരിചയപ്പെടും. അതെന്റെ സ്ഥിര സ്വഭാവമാണ്. എന്റെ സംസാരം ബോറടിക്കുന്നോ? കുറച്ച് ബോറടി സഹിക്കണം 2-3 മാസം. അത്രയും ഉണ്ടാവൂലേ? കേറിയിരിക്കെ, ഇവിടെ നിൽക്കാതെ. അകത്തോട്ടിരിക്കുക, ഇവിടെ അടുക്കളയല്ലേ. ഇരിക്കുന്നില്ലടോ. ഞാൻ ജസ്റ്റ് പരിചയപ്പെടാൻ വന്നേ. സമയമുണ്ടല്ലോ, ഞാൻ വരാം. പോട്ടെ. എനിക്ക് കുറച്ച് ഫോൺ കോൾസ് ഒക്കെ വരാനുണ്ട്, കുറച്ച് മെയിൽസ് ഒക്കെ അയക്കാനുണ്ട്. കുറച്ച് ബിസിയാണ് കേട്ടോ. ഞാൻ വരാം ഇടയ്ക്കിടയ്ക്ക്. ഞാൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരണം, എപ്പോൾ വേണമെങ്കിലും വരാം. ഇതെടുത്ത് കൊടുക്കണേ. കൂടിയ ഐറ്റംസ് ആണ്. മക്കള് കാനഡയിൽ നിന്നൊക്കെ കൊടുത്തു വിട്ടതാ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഹസ്ബൻഡ് റഷ്യയിൽ പോയപ്പോൾ കൊടുത്തു വിട്ട കുറച്ച് ഫ്രൂട്ട്സും ഉണ്ട്. പരിചയപ്പെടുത്തി സന്തോഷം. വരാം. കുറച്ച് ദിവസമായിട്ട് കോൾഡ്, അതാണ് പ്രശ്നം. പോട്ടെ. വരണേ. വരാം, ഞാൻ എപ്പോഴും വരാം കേട്ടോ. ബദാമും അണ്ടിപ്പരിപ്പും എല്ലാം ഉണ്ട്. ആരാ ക്ഷമി അവിടെ? അതപ്പുറത്ത് പുതിയ താമസക്കാർ വന്നതൊക്കെ. അവരിപ്പോ വന്നിട്ട് പോയതേ ഉള്ളു. ഇന്നലെ രാത്രി ഒരു ബഹള കേൾക്കുന്നതായിട്ട്. അവിടെ താമസത്തിന് ആള് വന്നല്ലേ? നല്ല കാശുകാരാട്ടാ. അവര് വാങ്ങിച്ചതാണത്? അല്ലല്ല, വാടകയ്ക്ക്. വിറ്റില്ല അത്. അവർക്ക് പിന്നെ 3 മാസം അങ്ങോട്ട് മതിയെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. അല്ലാതെ വിൽക്കുന്നാണല്ലോ മുമ്പ് പറഞ്ഞത് അവര്. എന്തോല ബിൽഡിംഗ് ഒക്കെ പണിയുന്ന. വലിയ ഫ്ലാറ്റ് പണിയുന്ന അവരാണല്ലേ? അവരാണ്. അതെന്തെന്നായിരിക്കുന്നത്? അവര് കൊണ്ടു തന്നത് കാനഡയിൽ നിന്നുള്ള ചോക്ലേറ്റ് ആന്നൊക്കെ പറഞ്ഞു. ബദാം ഒക്കെ ഉണ്ട്. അതൊക്കെ നീ എന്തിനാ വാങ്ങിയത്? ഞാൻ വാങ്ങിച്ചതല്ല, അവര് പിന്നെ നിർബന്ധിച്ച് തന്നപ്പം. അറിയാത്തവരെ നീ അതൊക്കെ വാങ്ങിയതിന്? അപ്പൊ അവര് കൊച്ചുങ്ങളുള്ള വീടല്ലേ, ഇത് കൊച്ചുങ്ങൾക്ക് കൊടുന്ന് പറഞ്ഞ് തന്ന്. നമ്മളെങ്ങനെയാണ് ഒരാളെ ഇങ്ങനെ നിരസിക്കുന്നത്? നമുക്ക് പരിചയമൊന്നുമില്ല. നീ അധികം അടുക്കാൻ നിൽക്കണ്ട.
നമ്മളെ പരിചയപ്പെടാൻ വന്നേല്ലേക്കാ, അങ്ങനെയൊന്നും പറയാതെ. എപ്പോഴും കയറി ഇറങ്ങി നടക്കണ്ട, അതത്ര നല്ലതല്ല. അവര് വരാന്ന് പറഞ്ഞ്, അപ്പൊ പിന്നെ ഞാൻ എന്താ പറയും? വെറുതെ ഒന്ന് സംസാരിക്കാനല്ലേ, അവർക്ക് അയലില്ലാത്തോണ്ട്. ഞാൻ ചായ എടുക്കാം. ഷമി, നിഷേ, എന്തുവാടി അത്? കുറച്ച് ബിരിയാണിയാ? എന്താ വിശേഷം? ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിയാ, അപ്പൊ ഞാൻ ബിരിയാണി വെച്ച് കുട്ടികൾക്കോട്. ആണോ? നിങ്ങളൊക്കെ ആഘോഷിക്കാറുണ്ടോ വെഡിങ് ആനിവേഴ്സറി ഒക്കെ? കുറച്ചൊക്കെ ആഘോഷിക്കും. ദേ, ഇതാണ് ഹസ്ബൻഡ് ഗിഫ്റ്റ് ആയിട്ട് തന്നത്. ഡയമണ്ടാ? അതങ്ങനെയാ. ഡയമണ്ടോ സ്വർണ്ണോ ഒക്കെയാണ് ഗിഫ്റ്റ് ആയിട്ട് വരുന്നത്. ചിലപ്പോൾ ബെൻസ് ഒക്കെ ആയിരിക്കും. ഇപ്രാവശ്യം ഡയമണ്ടിലൊതുക്കി. പിന്നെ ഒരു ട്രിപ്പും പ്ലാൻ ചെയ്യുന്നുണ്ട്, മലേഷ്യക്ക്. പോയിട്ട് വാ. ചിലപ്പോൾ 2 ദിവസം കണ്ടില്ലെങ്കിൽ നീ അന്വേഷിക്കണ്ടേ. അപ്പൊ നിങ്ങക്ക് സമ്പാദ്യമൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് സാമ്പത്തികമൊക്കെ? സാമ്പത്തികമൊക്കെ ഉണ്ടടി, കുഴപ്പമൊന്നുമില്ല. പുള്ളി പക്ഷെ അങ്ങനെ ചെലവാക്കത്തൊന്നും ഇല്ലടി. എല്ലാം അക്കൗണ്ടിലായിട്ട് അങ്ങ് ഇട്ടേക്കും. നാളെ ഒരു ദിവസത്തേക്ക് സേവിങ്സ് വേണ്ടേന്നും പറഞ്ഞു. പിശുക്കാണല്ലേ. അത്യാവശ്യം ശമ്പളമൊക്കെ ഉണ്ട്, അതെല്ലാം പുള്ളി അങ്ങ് സേവിങ്സ് ആക്കി ഇട്ടേക്കും. അത്യാവശ്യത്തിന് മാത്രമേ ചിലവാക്കാറുള്ളൂ. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള, അല്ല നിന്റെ ഡ്രസ്സൊക്കെ കണ്ടാൽ തന്നെ ഞാൻ ഇപ്പോഴും വിചാരിക്കും ഇങ്ങനെ നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ആവശ്യത്തിന് മതിയല്ലേ എന്ന് പറയും. ഒരുപാട് ആഡംബരമൊന്നും കാണിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. എൻ്റെ ഹസ്ബൻഡ് അത് ഇഷ്ടമേ അല്ല. എപ്പോഴും മാറി മാറി ഇടണം. ഒരു ദിവസം ഇടുന്ന ഡ്രസ്സ് പിന്നെ ഇടാനേ സമ്മതിക്കില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞ പാർലറിൽ ഇപ്പോൾ ഒരു ദിവസം താമസിച്ചാൽ തന്നെ വഴക്ക് പറയും. എൻ്റെ കുറച്ച് സ്വർണ്ണമൊക്കെ ഇരിപ്പുണ്ട്, കുറച്ച് മാത്രം ബാങ്കിൽ വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുക. പിന്നെ വീട്ടുകാർ തന്ന പൈസ എല്ലാം എടുത്ത് ഫിക്സഡ് ആയിട്ട് ഇട്ടേക്കുക. പൈസയൊക്കെ ഉണ്ടടി, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഉണ്ടല്ലേ. എന്നിട്ട് നീ അതൊന്നും ഇടാത്തത്? അതൊക്കെ അങ്ങ് ലോക്കറിൽ വെച്ചിരിക്കുക, എടുത്ത് തരത്തില്ല. ആവശ്യത്തിനുള്ള ചെറിയ മാലയാണ്, താലിമാല, മാത്രമേ തരത്തുള്ളൂ. ഞാൻ ഒരു ദിവസം ഇടുന്ന മാല പിന്നെ മാറിയിടുന്ന നീ കണ്ടിട്ടുണ്ടോ? അപ്പം സേവിങ്സ് ഒക്കെ ഉണ്ടല്ലേ. അത്യാവശ്യം ശമ്പളമൊക്കെ ഉണ്ട്, അതെല്ലാം പുള്ളി അങ്ങ് സേവിങ്സ് ആക്കിയിട്ടേക്ക്. അത്യാവശ്യത്തിന് മാത്രമേ ചിലവാക്കാറുള്ളൂ. അനുഭവിക്കാൻ യോഗം വേണം. വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭൂതം നോക്കിക്കൊണ്ടിരിക്കുന്ന കണക്ക് നോക്കിക്കൊണ്ടിരിക്കാന്നല്ലേ ഉള്ളൂ. ബിരിയാണി ഉണ്ട് തരാൻ വന്നതാ, അപ്പൊ അന്വേഷിക്കും. പോട്ടെ, പിന്നെ കാണാൻ. പിന്നെ 20 ഭാഗ്യം. ഷെമി, മുറ്റം അടിക്കുന്ന നീയാണോ ഈ വീട്ടിലെ ജോലി മൊത്തം ചെയ്യുന്നത്? ഞാൻ തന്നെ എല്ലാം ചെയ്തത്. സെർവൻ്റ് ഒന്നും ഇല്ലേ? അമ്മക്കാർക്ക് ജോലിക്കാരൊക്കെ നമ്മളെ കൊണ്ടൊക്കെ എങ്ങനെ പറ്റുമടി? എനിക്ക് പുറം പണിക്ക് തന്നെ 2 സെർവൻ്റ് ഉണ്ട്. നീ കാണുമായിരിക്കുമല്ലോ. ഞാൻ കാണുന്നുണ്ട് അവരെയൊക്കെ. വേവിക്കുന്നേക്കെ ആരടി? നിനക്കറിയത്തില്ലേ? എനിക്കൊന്നും അറിയത്തില്ല. എനിക്കൊരു ഫുഡും ഉണ്ടാക്കാൻ അറിയത്തില്ല. കൊള്ളാം. അപ്പൊ സ്റ്റാഫ് വരാത്ത ദിവസം എന്താ ചെയ്യും? സ്റ്റാഫ് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഓർഡർ ചെയ്യും, കഴിക്കും. സുഖം തന്നെ.
ആ അതല്ലടി, ഞാൻ പറയാൻ വന്നൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. നിന്നെ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടല്ലേ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ ചില വിഷമങ്ങളൊക്കെ നീയായിട്ട് ഷെയർ ചെയ്യണ്ടേ. നിനക്കും പ്രശ്നങ്ങളോ? നിന്റെ ജീവിതത്തിൽ എന്തോടി പ്രശ്നം? ഏയ്, വേറെ വിഷമമൊന്നുമില്ല. ലൈഫിലൊന്നും വിഷമമൊന്നുമില്ലടി. എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിടാ. അത് എങ്ങനിപ്പം നിന്നോട് പറയുമെന്ന് എനിക്കറിയാൻ വയ്യ. കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നു. നീ പറ, നീ എന്നോട് പറ. ഫസ്റ്റ് ടൈമാണ്. അപ്പം ഒരാളോടും ഇങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയത്തില്ലടാ. ഞാൻ ഇതുവരെ അങ്ങനെ ആരോടും ബെഗ് ചെയ്തിട്ടില്ല. നീ പറയടി, നീ വിഷമിക്കണ്ട, നീ എന്നോട് പറ. അപ്പം നീയായിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള നല്ല ബന്ധമല്ലേ, അതുകൊണ്ട് ഞാനൊരു ചോദിക്കുവാണ്. ഞാൻ ചോദിച്ചാൽ നോ പറഞ്ഞാലോ എന്നുള്ള വിഷമം കൊണ്ടാണ് ഞാൻ പിന്നെ ചോദിക്കാത്തത്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹാരം ഉണ്ടാക്കാം. നീ പറ. നീ നോ പറയോ? പിന്നെയും അവള്. നീ അങ്ങനെ ഫോർമാലിറ്റി ഒന്നും വേണ്ട, നീ എന്നോട് പറഞ്ഞേ. അത് വേറെ ആരും അറിയണ്ട. എൻ്റെ ഹസ്ബൻഡേടാ ഒരു ബിസിനസ്സിലാണെങ്കിൽ കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് അതൊരു ചെറിയൊരു ഇന്നലെ മൊത്തം ക്യാഷും വിഡ്രോ ചെയ്തത്. അക്കൗണ്ടിലാണെങ്കിൽ 0 ആയിപ്പോയി. ഇന്നിപ്പോൾ രാവിലെ 2 lakhs കൊടുക്കാൻ, അത് ഇന്ന് സാലറി കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ 2 lakhs വേണമായിരുന്നു. മറ്റന്നാകുമ്പോഴത്തേക്ക് അക്കൗണ്ടിൽ കറക്റ്റ് ആവും. വേറെ പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷെ ഇന്ന് സാലറി കൊടുത്തില്ലെങ്കിൽ അതൊരു ഞങ്ങൾ അങ്ങനെ ആരും ഇന്നും ഒരു ദിവസം പോലും ഒരു പൈസ വാങ്ങിയിട്ടില്ല, പറ്റിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ്. നീ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് നീയായിട്ട് അടുത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ചെറിയ വിഷമം നിന്നോട് പറഞ്ഞത്. എൻ്റെ സ്വന്തം അനിയത്തി കണക്ക് കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിൻ്റെ കയ്യിലൊരു 2 lakhs കാണുമോ ഒന്ന് മറിക്കാൻ? അയ്യോ, 2 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പം അതെങ്ങനെ അടി? അതൊന്നും എൻ്റെ കയ്യിലൊന്നും ഇല്ല. നിന്റെ അക്കൗണ്ടിലൊന്നും ഇല്ലേ? അക്കൗണ്ട് ജോയിൻ്റ് ആടി. ഞാൻ എടുത്താൽ അത് ഇക്കായും അറിയും. അയ്യോ വേണ്ട, നിന്റെ ഹസ്ബൻഡ് അറിയണ്ട. കാര്യം എൻ്റെ ഹസ്ബൻഡ് അതൊരു നാണക്കേടാടി. ഹസ്ബൻഡ് ഇതുവരെ ആരെയും വാങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞതാ പുള്ളി, പോവണ്ട, ചോദിക്കണ്ട എന്നൊക്കെ. അപ്പം ഞാൻ എൻ്റെ സ്വന്തം സിസ്റ്റർ കണക്ക് നിന്നെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ എന്ന് ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. തന്നെയല്ലേ ഓടി എൻ്റെ ഹസ്ബൻഡിൻ്റെ വിഷമം എപ്പോഴും കാണാനുള്ള. അതുകൊണ്ടാണ് നിന്നോടൊന്ന് ചോദിച്ചത്. ഇന്ന് സാലറി കൊടുത്തില്ലെങ്കിൽ സ്റ്റാഫുകളൊക്കെ വിചാരിക്കില്ലേ ഞങ്ങൾ ക്യാഷ് ഇല്ലാന്ന്. അതുകൊണ്ടാണ്. നിന്റെ എന്തെങ്കിലും സ്വർണ്ണം ഒന്ന് തരുമോ? ഞാനൊന്ന്. വളയേ ഉള്ളൂ? അതിപ്പോൾ ഇക്ക കാണത്തില്ല എപ്പോഴും. നിന്റെ ഓർണമെന്റ്സ് ഒന്നും ഇല്ലേ? ഇത് ഡയമണ്ട് ആയതുകൊണ്ടാടി. ഡയമണ്ട് കൊണ്ടു ചെന്നാൽ പെട്ടെന്ന് പണയം വെക്കാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ 150 പവനുണ്ട്, എല്ലാം ലോക്കറി വെച്ചിരിക്കുക. എൻ്റെ ഉമ്മ ആണെങ്കിൽ അപ്പോഴേ വാങ്ങി അങ്ങ് ലോക്കറി വെച്ച്. പണയം വെക്കാനാണെങ്കിൽ 100 പവനാണ് എനിക്ക് തന്നത്. 100 പവൻ തന്നാണ് കല്യാണം നടത്തിയത്. പിന്നെ ഹസ്ബൻഡിൻ്റെ വകയായിട്ട് ഒരു 50 പവൻ ലോക്കറി വെച്ചിരിക്കുക. അതൊക്കെ എടുത്ത ഉമ്മ അറിയും. അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കാന്നുള്ളൂ. പക്ഷെ അതെനിക്ക് നാണക്കേടാ. അതുകൊണ്ടാണ്. അതടി പുള്ളി ചോദിച്ച ഞാനൊരു 4 ഡേയ്സ് ആവില്ല. 4 ഡേയ്സിന് മുൻപേ അതെടുത്ത് തന്നിരിക്കും. ഇതുകൊണ്ട് പണയം വെച്ചാൽ നിനക്ക് കിട്ടത്തില്ലേ? താങ്ക് യു അടി, താങ്ക് യു.
ഇത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. നീ എനിക്ക് വലിയൊരു ഉപകാരമാണ് ചെയ്തു തന്നത്. 4 days നീ നോക്കിക്കോ. 3-4 ദിവസമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യടി, കുഴപ്പമൊന്നുമില്ല. നീ കൊണ്ടുപോയി നിന്റെ ആവശ്യം നടക്കട്ടെ ഇപ്പം. പോട്ടെ. നിന്റെ ഹസ്ബൻഡിനോട് പറയല്ലേ. കാര്യം എൻ്റെ ഹസ്ബൻഡിന് ഒരു നാണക്കേടായി മാറും. അതുകൊണ്ടാണ്. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിടാ. ഞാൻ പറയത്തില്ല. എൻ്റെ ഹസ്ബൻഡ് ഭാഗത്തുനിന്ന് ഒരു ചെറിയ ഇടിവ് വന്നാൽ എനിക്ക് സഹിക്കത്തില്ല. അതുകൊണ്ട് നീ വിഷമിക്കല്ലേ, ഞാൻ പറ്റിപ്പുകാരിയൊന്നുമല്ല. നിനക്കറിഞ്ഞൂടെ എന്നെ? ഇന്നെ എനിക്ക് വിശ്വാസമാണ്. പോ മോളെ, പോയി കാര്യങ്ങൾ എടുക്കട്ടെ. ചെല്ല്. ഒരു കാര്യം ഇത്ര ദിവസമായിട്ട് കാണുന്നതാ. അവളെ എനിക്ക് വിശ്വാസമില്ല.